നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം കാണാതെ പോയാലോ കള്ളം കൊണ്ടുപോയാലോ നമുക്ക് പോലീസിൽ അറിയിച്ചാലല്ലേ പറ്റൂ. അല്ലാതെ ഇവിടെ വേറെ സംവിധാനമൊന്നും ഇല്ലല്ലോ. അത് തിരിച്ച് പോലീസുകാർക്ക് കിട്ടിക്കഴിഞ്ഞാ അത് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ കോടതി പോയി തെളിവ് നിരത്തി വാദിക്കണോന്നൊക്കെ പറഞ്ഞാ വലിയ കഷ്ടാ. നിയമം അങ്ങനെ ആയി പോയില്ലേ അമ്മേ? എന്ത് നിയമം? ഇവിടെയെല്ലാം നിയമം അനുസരിച്ചിട്ടാണോ നടക്കുന്നത്? അധികാരവും സ്വാധീനവും ഉള്ളവര് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിയമത്തെ വളച്ചൊടിക്കും. അതൊന്നും ഇല്ലാത്ത സാധാരണക്കാര് നിയമത്തിന്റെ നൂലാമാലകളിൽ പെട്ട് വിഷമിക്കും. എന്താണ് ഈശ്വര നിശ്ചയമെന്ന് ആർക്കറിയാം? ഭഗവാന്റെ തീരുമാനം പോലെ എല്ലാം നടക്കൂ. വിഗ്രഹം വെറുതെ തിരിച്ചു കിട്ടിയാ ചിലപ്പോ വീണ്ടും ഇവിടെ കൊണ്ടുവച്ച് ഞാൻ മാത്രം പഴയ പോലെ പൂജിക്കും. ഒരുപക്ഷെ ഭഗവാന്റെ തീരുമാനം അതായിരിക്കില്ല. ഭഗവാൻ മ്യൂസിയത്തിൽ പോയി ഇരിക്കാൻ ഇഷ്ടപ്പെടുമെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല. നാക്കെടുത്ത് ദൈവദോഷം പറയല്ലേ സൂരജെ. സൂരജ് പറഞ്ഞത് ശരിയാ. ഭഗവാന്റെ തീരുമാനം പണ്ടുണ്ടായിരുന്നതുപോലെ തറവാട്ടിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടാനാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ കോടതിന്ന് വിഗ്രഹം നമുക്ക് തിരിച്ചു കിട്ടുമായിരിക്കും അല്ലേ? ആ, അങ്ങനെ ഞാനും പ്രതീക്ഷിക്കുന്നേ. അച്ഛൻ വന്നെന്ന് തോന്നുന്നു. ആഹാ, അമ്മാവനും ഉണ്ടായിരുന്നോ? ഞാൻ ചായ എടുക്കാം. വേണ്ട വേണ്ട, ചായ വേണ്ട. മനോജിരിക്കെ. ബീന വയ്യാതായിട്ടൊന്നും വരാൻ പറ്റിയില്ലല്ലോ, അതാ വന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ല തിരക്കല്ലേ? എല്ലാരും വിഗ്രഹത്തിന്റെ പുറകെ ഓടുകയല്ലേ? എന്നെ ശ്രദ്ധിക്കാനൊക്കെ ഇവിടെ ആർക്കാ സമയം? ഇപ്പം നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചില്ലെങ്കിൽ ആ വിഗ്രഹം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ആ, ഞങ്ങൾ ഇത്രയും നേരം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വക്കീലിനെ കണ്ടോ അച്ഛാ? കണ്ടു. വക്കീൽ എന്തു പറഞ്ഞു? ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ ഹർജി കോടതിയിൽ കൊടുത്തു നോക്കാൻ. പക്ഷേ കുടുംബക്കാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് വക്കീല് പറഞ്ഞത്. പഴയ ചെമ്പകശ്ശേരിയിലെ എല്ലാവരെയും എങ്ങനെ ഒന്നിച്ചു ചേർക്കും? അതൊരു പ്രശ്നമാണ്. ഇപ്പൊ പലർക്കും ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ആ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ദേവാ ബിൽഡേഴ്സുകാർ തിരിച്ചു തരുമെന്ന് ഉറപ്പുണ്ടോ? എല്ലാവരുമായിട്ട് സംസാരിച്ച ശേഷം തീരുമാനം പറയാന്നാ മാഡം പറഞ്ഞത്. അതൊക്കെ അവരുടെ അടവാണെന്നേ. ആ സ്ഥലം അവര് വിട്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ അത് അവര് മുഴുവൻ വാങ്ങിക്കാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടിനെയായും പറഞ്ഞു ഒഴിയും. ആ സ്ഥലം മുഴുവനായിട്ട് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയുന്ന വില കൊടുത്ത് ഞാനത് വാങ്ങിയേനെ. ഞാൻ ജനിക്കുമ്പോൾ ഈ തറവാട് ക്ഷേത്രമൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ അമ്മ ആ സ്ഥലത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്ന കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത്. അവിടെ പോയി കാണണമെന്നും ആ സ്ഥലം തിരികെ വാങ്ങണമെന്നൊക്കെ അന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊരു കിട്ടാക്കനിയാണെന്ന് വളർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമുക്ക് നേടാൻ പറ്റാത്തത് എന്നൊരു കാര്യമില്ല അങ്കിളെ. അങ്കിളത് നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെന്ന് ആദ്യമേ മനസ്സിൽ തീരുമാനിച്ചതുകൊണ്ടാണ് അതിന് പറ്റാതെ പോയത്. ഒരുപക്ഷെ അത് സ്വന്തമാക്കാൻ പ്രയത്നിച്ചിരുന്നെങ്കിലേ ഇപ്പോൾ അതൊക്കെ സ്വന്തമായാന്. സുരേ പറഞ്ഞ ശരിയായിരിക്കാം. പക്ഷേ വിഗ്രഹമില്ലാത്ത ക്ഷേത്രമല്ല അന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മീരയ്ക്ക് ആ വിഗ്രഹം കിട്ടിയത്. എന്തായാലും ക്ഷേത്രം നമുക്കിപ്പോൾ തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യത വന്ന് ചേരുന്നുണ്ട്. അത് തന്നെയാ മീരയും പറഞ്ഞത്. ഇതെല്ലാം ഭഗവാന്റെ തീരുമാനമായിരിക്കും. പഴയ പോലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി പൂജ നടത്താനാവും ഇക്കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ശരിയാ. അല്ലെങ്കിൽ പിന്നെ ഏതോ കുറെ ആളുകൾ വന്ന് വിഗ്രഹം മോഷ്ടിക്കുന്നു, അത് ഏതോ 2 പേർക്ക് കിട്ടുന്നു, അവരത് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ പോലീസ് പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ക്ഷേത്രത്തിലേക്ക് വിഗ്രഹം തിരിച്ചു വരാൻ വേണ്ടി തന്നെയായിരിക്കും. ആ CI സാർ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയതാണ് പ്രശ്നമായത്. അല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ വിഗ്രഹം നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു വന്നേനെ. ആ CI ഇത്തിരി കുഴപ്പക്കാരന്. അയാളിത് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് ആർക്കറിയാം. നമ്മുടെ വിഗ്രഹം മ്യൂസിയത്തിൽ വെച്ചിട്ട് അയാൾക്ക് എന്ത് ഗുണം കിട്ടാനാ? എന്തിനാണ് ആളുകൾ ഇങ്ങനെ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചിലരങ്ങനെയാണ്. ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളുണ്ടാവും. അതൊന്നും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും ആയിരിക്കില്ല. എങ്ങനെയായാലും വിഗ്രഹം തിരിച്ചു കിട്ടണം, ക്ഷേത്രം വീണ്ടും ഉണ്ടാവണം.
ആ നടയിൽ ചെന്ന് മനസ്സ് നിറയെ പ്രാർത്ഥിക്കാനും സാധിക്കണം. അമ്മയ്ക്കും അതൊരു സ്വപ്നമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മനോജ്.